സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 122, 15, 24 എന്നിവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവത്തെ അധികരിക്കുകയാണ് ഇന്ന് ഏഷ്യ 26, 1 മുതൽ 6 വരെ. ദൈവം തന്റെ ജനത്തിന് ചുറ്റും സുശക്തമായ കോട്ട കെട്ടുന്നു, വർദ്ധിതമായ സമാധാനം സ്ഥാപിക്കുന്നു. ഇതൊരു യത്സർ, ആന്തരിക ബോധ്യത്തിന്റെ ഫ്രെയിം ഓഫ് മൈൻഡ് ഉടച്ചുവാർക്കൽ തന്നെയാണത്രേ. ദൈവം ഗർവിഷ്ഠമായ നഗരത്തെ വീഴ്ത്തി അത് ദരിദ്രരുടെ പാദപീഠമാക്കുന്നുവെന്നും ഈ പ്രവചന ഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 118 ഒരു ദേശത്തിന്റെ ആകെ കൂട്ടായ്മയുടെ ഗീതിയാണ്. ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹകാരുണ്യത്തെ ഖെസെദ് അത് ആഘോഷിക്കുന്നു. കൂടാര തിരുനാളിന്റെ ധ്വനി ഉണർത്തുന്ന സങ്കീർത്തനമാണിത്. പുറപ്പാടിന്റെ മരുഭൂവഴികളിൽ ദൈവം കൂടാരമൊരുക്കി ദൈവത്തോടൊപ്പം ജനം പാർത്തതിൻ്റെ ഓർമ്മയുണർത്തുന്ന തിരുനാൾ. ദൈവം തന്നെയാണ് നമ്മുടെ വാസഗേഹം. ദൈവത്തോടൊപ്പം നമ്മൾ തീർത്ഥാടനം ചെയ്യുകയാണ് ഈ ധരയിൽ നിത്യമായ വാസസ്ഥലങ്ങളെത്തുവോളം. ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ഉദ്ഘോഷിക്കുന്നൊരു സങ്കീർത്തനവുമാണിത്, ഹോസാന ഗീതം. അത് ഉദ്ഘോഷിക്കുന്ന സമയം വരെ ഇനി തന്നെ ദർശിക്കുകയില്ല എന്ന് തൻ്റെ പീഡാനുഭവങ്ങളെ മുൻനിർത്തി ക്രിസ്തു പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. മത്തായി 23:39. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് ആഘോഷിക്കുന്ന സ്തുതിഗീതങ്ങളിൽ ഈജിപ്ഷ്യൻ ഹല്ലേൽ അവസാനത്തേതാണ് 118. പച്ചിലക്കൊമ്പുകൾ ഉയർത്തി വീശി ജനം ഏറ്റുപാടുന്നൊരു സങ്കീർത്തനം. പുറപ്പാടിൻ്റെ ഓർമ്മയാണിത്. പുറപ്പാട് 15, കൂടാരത്തിരുന്നാൾ. ചില്ലകൾ ഉണങ്ങിപ്പോയ ഓക്കുമരങ്ങളെ ഇന്നലെ നമ്മൾ കണ്ടെങ്കിൽ ഇന്നിതാ പച്ചപ്പാർന്ന ചില്ലകളുടെ അനക്കത്തിൽ സ്തുതി ഉയർത്തുന്ന ദൈവതരുക്കളാണ് നമ്മളെന്ന് ഇവിടെ തിരിച്ചറിയുകയാണ്. കുരിശിന്റെ ഞെരുക്കങ്ങളെ അതിജീവിക്കുന്ന ദൈവിക വിജയത്തെ ആഘോഷമാക്കുന്നു ഈ പാഠഭാഗം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉദ്ധാനത്തിന്റെ തന്നെ ശോഭയുണർത്തുന്ന ഒരു ധ്യാനമാണിത്. ക്രിസ്തീയത ഒരു മുഖാവരണമോ ഒരു താൽക്കാലിക ആവേശമോ ഒരു ബഹളമോ അല്ല എന്ന് പഠിപ്പിക്കുകയും നാഥൻ ചെയ്യുന്നുണ്ട്. അത് കറതീർന്ന സമർപ്പണവും സ്ഥായിയായ അനുസരണവും ഉൾക്കൊള്ളുന്നുണ്ട്. മത്തായി 7:21 മുതൽ. ജീവന്റെയോ മരണത്തിന്റെയോ വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട്, സാധ്യതകളുമുണ്ട്. ദ 2 ways. ഇതെല്ലാം ധാർമ്മിക നിർണയങ്ങളുടെ കുറികളാണ്, നമ്മുടെ വിധി നിർണയങ്ങൾ, ക്രിസസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിന്റെ വിധിയായി മാറും അവസാനം അത്. നാഥൻ വരുമ്പോൾ എന്തൊക്കെ സ്ഥായിയായി നിലനിൽക്കും എന്നൊരു പരീക്ഷണവും ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. വാട്ട് സ്പിരിച്വൽ സ്ട്രക്ചേഴ്സ് വിൽ എൻഡ്യൂർ. എല്ലാ ആധ്യാത്മികതകളും പരിശോധിക്കപ്പെടും, വിധിക്കപ്പെടും നാഥന്റെ വരവിൽ. ദൈവത്തിൽ ഉറക്കാതെ സ്വയം പണിതുയർത്താൻ ശ്രമിക്കുന്നതൊക്കെയും വീഴും, അതിൻ്റെ വീഴ്ച വലുതുമായിരിക്കും. സുസ്ഥിരവും സുശക്തവും എന്ന് നാം കരുതുന്നത് പോലും അവസാനം നമ്മെ വിട്ടു പിരിയും, വീണുടയും. മണൽപ്പുറത്ത് ഭവനം പണിതതുപോലെ വരാനിരിക്കുന്ന പെരുനീർത്താളങ്ങളിൽ ആ ഭവനം അടിഞ്ഞു വീഴും. ദൈവപ്പെയ്ത്തിൽ ചിലരങ്ങനെ ഒലിച്ചു പോകും, ബാക്കിയെല്ലാവരും പച്ച പണിയുമ്പോഴും. കാരണം ഇവിടെയങ്ങും മരുഭൂമികളായിരുന്നില്ല. നമ്മൾ നീർ വറ്റി അങ്ങനെയായിത്തീർന്നതാണ്. നീരോട്ടങ്ങൾ വഴിമറക്കാറില്ല, അവ എല്ലാം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും.